നമസ്കാരം, ചലച്ചിരാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് 10th പ്രിലിംസിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പം ആവർത്തിച്ച് ചോദിച്ച ടോപ്പിക്സുകളെ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. രണ്ട് സ്റ്റേജിലും ആവർത്തിച്ച് ചോദിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പുതിയ സിലബസ് എല്ലാം നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും എല്ലാ ഡീറ്റെയിൽസും എല്ലാ നോട്ട്സും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് ബാക്കി കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. അപ്പൊ ഇത് നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച 10th പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതൊന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. കേരള മീഡിയ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, ഇതാണ്. അപ്പൊ ഇതിന്റെ സ്ഥലങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരമാണ്, കേരള ഫോക്ലോർ അക്കാദമി എന്താണ് കണ്ണൂരാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി ഇതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. കേരള സംഗീത നാടക അക്കാദമി വരുന്നത് തൃശ്ശൂരിലാണ്. 1958 സ്ഥാപിതമായത്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി വരുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. 1956 സ്ഥാപിതമായത്. കൂടുതലും സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ തൃശ്ശൂർ തന്നെയാണ്. കേരള കലാമണ്ഡലം നമുക്കറിയാം തൃശ്ശൂർ തന്നെയാണ്. കേരള ലളിതകലാ അക്കാദമി എവിടെ തന്നെയാണ്? തൃശ്ശൂരാണ്. കേരള ഫോക്ലോർ അക്കാദമി ഉണ്ട്, അത് വരുന്നത് കണ്ണൂരാണ്. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. അതുപോലെ തന്നെ കേരള ചലച്ചിത്ര അക്കാദമി വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പൊ കേരള സംഗീത നാടക അക്കാദമി എവിടെയാണ്? തൃശ്ശൂരാണ്. 1958 അത് സ്ഥാപിതമാവുന്നത്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി വരുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. 1956 അത് സ്ഥാപിതമായത്. കലാമണ്ഡലം നമുക്കറിയാം തൃശ്ശൂർ തന്നെയാണ്. കേരള ലളിതകലാ അക്കാദമിയും തൃശ്ശൂരാണ്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ് വരുന്നത്? കണ്ണൂരിലാണ് വരുന്നത്. അതുപോലെ കേരള ചലച്ചിത്ര അക്കാദമിയും എവിടെയാണ് വരുന്നത്? തിരുവനന്തപുരത്താണ് വരുന്നത്. അടുത്തത്, കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് എന്ത്? സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് തരംഗങ്ങളുമായിട്ടുള്ളത് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സോണാർ ആണ് ഇപ്പൊ ചോദിച്ചിരുന്നത്. സോണാർ തന്നെയാണ്. അതിന്റെ തരംഗം ഏതാണെന്ന് വെച്ചാൽ അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ. അതുപോലെ റഡാറിന്റെ തരംഗങ്ങൾ ഏതാണ് എന്ന് വെച്ചാൽ റേഡിയോ തരംഗങ്ങൾ അല്ലെങ്കിൽ റേഡിയോ വേവ്സ് ആണ്. ഓക്കെയാണ്. അതുപോലെ മൊബൈൽ ഫോണിൽ വരുന്ന വേവ്സ് ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, റേഡിയോ വേവ്സ് ആണ്. പിന്നെ നമ്മുടെ ഫൈബർ ഒപ്റ്റിക്സിൽ വരുന്നത് എന്താണ്? പ്രകാശ തരംഗങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് വേവ്സ് ആണ്. അടുത്ത മൈക്രോവേവ് ഓവനിൽ ഏതാണ്? മൈക്രോവേവ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ TV റിമോട്ട് കൺട്രോളിൽ വരുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? സോണാർ ആണ്. അത് ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. അതുപോലെ റഡാറിലുള്ള വേവ്സ് ഏതാണ്? റേഡിയോ തരംഗങ്ങളാണ്. അതുപോലെ മൊബൈൽ ഫോൺ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിലുള്ള തരംഗങ്ങൾ ഏതാണ്? റേഡിയോ തരംഗങ്ങളാണ് കേട്ടോ. അതുപോലെ ഫൈബർ ഒപ്റ്റിക്സിലുള്ളത് ലൈറ്റ് വേവ്സ് അല്ലെങ്കിൽ പ്രകാശ തരംഗങ്ങളാണ്. അതുപോലെ മൈക്രോവേവ് ഓവനിലുള്ളത് മൈക്രോവേവ്സ് ആണ്. TV റിമോട്ട് കൺട്രോളിലുള്ളത് ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഓർത്തിരിക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എഴുതി വെക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അടുത്ത 2 സ്റ്റേജിൽ 3ഉം 4ഉം സ്റ്റേജിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാവും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അടുത്ത നൊബേൽ പുരസ്കാരം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു പഠിച്ചിട്ട് പോവേണ്ട ഹോട്ട് ടോക്സിൽ മെയിൻ ആയിട്ട് ചോദിച്ചതാണ് നൊബേൽ പുരസ്കാരം. ഈ ക്വസ്റ്റ്യൻ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചതാണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിലും ഒരു നൊബേൽ പുരസ്കാരം ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡ് സ്റ്റേജിലും നൊബേൽ പുരസ്കാരം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് നൊബേൽ പുരസ്കാരം കിട്ടിയ ആളുടെ പേരുകൾ മാത്രം ഒന്ന് നോക്കി പോവുകയാണ്. ഇതിന്റെ പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെ കാണുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചിട്ട് പോകണം എന്നൊരു ഹോട്ട് ടോപ്പിക്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗം ഒരു 90% നമുക്ക് അതിൽ നിന്ന് തന്നെയാണ് 2 സ്റ്റേജിലും ക്വസ്റ്റ്യൻ കിട്ടിയത്. പിന്നെ അടുത്ത സ്റ്റേജിലുള്ളവരും അതേ ടോപ്പിക്സ് പഠിച്ചിട്ട് പോവാ. അതെല്ലാ ടോപ്പിക്സിന്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. നമുക്ക് നൊബേൽ സമ്മാനം നോക്കാം. സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ഒരു സംഘടനയ്ക്കാണ്, ജാപ്പനീസ് സംഘടന നിഹോൻ ഹിഡൻക്യോ. ഓക്കെ, ഇത് നമുക്കൊരു ജാപ്പനീസ് സംഘടനയാണ് എന്നും എങ്കിലും അറിയെങ്കിൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നിഹോൻ ഹിഡൻക്യോ. ജാപ്പനീസ് പേര് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഓർത്ത് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിരുന്നത്. ഇനി അടുത്തത് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ പുരസ്കാരങ്ങളാണ്. നാം പേര് മാത്രമേ പറയുന്നുള്ളൂ. സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ, ഡാരൻ അസമോഗ്ലു, 3 പേർക്കാണ് കിട്ടിയത് എക്കണോമിക്സ്. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും ആണ്. ഇനി അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ചോദിക്കുക? സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചത് എന്താണ്? ആർക്കാണ് കിട്ടിയത് എന്നുള്ള, സംഘടനയ്ക്കാണ് കിട്ടിയത് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അടുത്ത സ്റ്റേജിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പൊ അതെന്ത് അത്രയും നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ,
അപ്പൊ നമ്മൾ സമാധാനത്തിന്റെ നോക്കി, എക്കണോമിക്സിന്റെ നോക്കി, വൈദ്യശാസ്ത്രത്തിന്റെ നോക്കി. അടുത്ത ഭൗതിക ശാസ്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ജെ ഹോപ്പിൻഫീൽഡ്, പിന്നെ കിട്ടിയത് ജെഫ്രി ഇ ഹിൻഡൺ. ആർക്കൊക്കെയാണ്? ജോൺ ജെ ഹോപ്പിൻഫീൽഡും ജെഫ്രി ഇ ഹിൻഡണും ആണ് കിട്ടിയത്. അത് രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടിയത് ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജപ്പർ ഒക്കെയാണ്. അടുത്ത് സാഹിത്യത്തിനുള്ള നൊബേൽ സാഹിത്യം നമുക്ക് ഒരാൾക്കേ ഉള്ളൂ, അതുകൊണ്ട് ഹാൻകാൻ. ഓക്കെ, ഹാൻകാൻ. ഇത് വിശദമായിട്ട് ഏതിനാണ് കിട്ടിയത്, ഇനിയിപ്പോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു പറയില്ല, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഏത് വിഷയത്തിനാണ് കിട്ടിയതെന്ന് എക്സ്ട്രാ ചോദിക്കും. രസതന്ത്രത്തിന് അല്ലെങ്കിൽ ഫിസിക്സ്, ബയോളജിക്ക് ഏത് വിഷയത്തിലാണ് കിട്ടിയത് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നൊബേൽ സമ്മാനത്തിന്റെ ഫുൾ വീഡിയോ ഉണ്ട്, അത് നോക്കിയിട്ട് തന്നെ പോവുക, എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്തത് ബ്രിക്സ് ഉച്ചകോടിയെ പറ്റിയാണ്. ബ്രിക്സ് ഉച്ചകോടിയെ പറ്റി മാത്രം നമ്മളൊരു വീഡിയോ ഈ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ചെയ്തിരുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രിക്സിനെ പറ്റി മാത്രം, ബ്രിക്സിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും, സ്ഥാപിതമായത് തൊട്ട് ഇതുവരെ നടത്തിയ ഉച്ചകോടികൾ, അതിന്റെ മെമ്പർ കൺട്രീസ്, എല്ലാത്തിനെയും പറ്റി ബ്രിക്സ് ഉച്ചകോടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോയ്ക്ക് മുന്നേ നിങ്ങൾ നോക്കിയാൽ മതി, കിട്ടും. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ഉച്ചകോടികൾ എവിടെയൊക്കെ നടന്നു എന്നാണ്. ഇപ്പം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡ് സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ ബ്രിക്സിനെ പറ്റി 2 ക്വസ്റ്റ്യൻ, ഒന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും ഒന്ന് സെയിം ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിരുന്നത്, എവിടെ വെച്ചാണ് നടന്നതെന്ന്. സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ബ്രിക്സ് ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്, ആ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഉത്തരം കസാൻ, റഷ്യയാണ് കേട്ടോ, 2024. നമുക്ക് ബാക്കി ഉച്ചകോടികളുടെ വേദികൾ കൂടെ ഒന്ന് നോക്കി വെക്കാം. G20 ഉച്ചകോടി ആണ് ആദ്യം പറയുന്നത്, 2024 19ാമതാണ് കേട്ടോ. ചിലപ്പോൾ 24 എന്ന് ചോദിക്കത്തില്ല, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 19ാമത് G20 ഉച്ചകോടി എവിടെയെന്ന് ചോദിക്കും. അപ്പൊ നമുക്കപ്പൊ എന്ത് ചെയ്യും, അത് കൺഫ്യൂഷൻ ആവും. അത് 19 എന്ന് പറയുന്നത് 24 ആണോ 25 ആണോ എന്ന് കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് പറഞ്ഞു പോകുന്നത്. ഓർത്തിരിക്കുക, 2024 നടന്നത് 19ാമത് ഉച്ചകോടിയാണ്. നടന്നത് ബ്രസീലിൽ വെച്ചാണ്. ഓക്കെയാണ്. 25-ന് നടക്കാൻ പോകുന്നത് 20ാമതാണ്, സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ഓക്കെ, G20 ആണ് പറഞ്ഞത്. ഇനി നമുക്ക് G7 നോക്കാം. അത് 2024 നടന്നത് ഇറ്റലിയാണ് കേട്ടോ, 50ാമതാണ്. അപ്പൊ 25-ല് 51ാമത് എവിടെയാണ് നടക്കുന്നത്, കാനഡയിലാണ്. അതുപോലെ ആസിയാൻ ഉച്ചകോടി 2024 ലാവോസിലാണ് നടന്നത്. ഓക്കെ, 44ഉം 45ഉം ആണ്. അടുത്ത നാറ്റോ ഉച്ചകോടി 2024 US ആണ്, വാഷിംഗ്ടൺ DC-യില്, US-ലെ വാഷിംഗ്ടൺ DC-യിലാണ് നടന്നത്. അപ്പൊ ബ്രിക്സ് ഉച്ചകോടി 2024 നടന്നത് എവിടെയാണ്, കസാൻ, റഷ്യയിലാണ്. അടുത്ത G20 ഉച്ചകോടി 2024 ബ്രസീൽ, 25 നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. G7 ഉച്ചകോടി 2024 50ാമതാണ്, അത് നടന്നത് ഇറ്റലിയിലാണ്. ഇനി 2025 നടക്കാൻ പോകുന്നത് കാനഡയിലാണ്. ഓക്കെ, അടുത്ത ആസിയാൻ ഉച്ചകോടി ഒരു വർഷം 2 ഉണ്ട്. 2024 44ഉം 45ഉം നടന്നത് ലാവോസിലാണ്. അടുത്ത നാറ്റോ ഉച്ചകോടി 2024 വാഷിംഗ്ടൺ DC-യിലാണ്, US-ലെ വാഷിംഗ്ടൺ DC-യിലാണ് നടന്നത്. ഓക്കെയാണ്. അത് നമ്മുടെ ചലഞ്ചർ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആണ് കാണുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് ആപ്പിലേക്ക് പോകാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് ഏത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് അത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സിൽ വേണോ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കോഴ്സും ചലഞ്ചർ ആപ്പിൽ റണ്ണിങ് ആണ്. സെക്രട്ടറി അസിസ്റ്റന്റ് ആണോ, മിഷൻ കാക്കി എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മുടെ എല്ലാ ഫോഴ്സിന്റെ എല്ലാം വരും. അല്ല ഫോഴ്സിന്റെ ഏതെങ്കിലും ഒരെണ്ണം സെപ്പറേറ്റ് മതിയുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സിവിൽ പോലീസ് ഓഫീസർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, സെക്രട്ടറി അസിസ്റ്റന്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ്, ഇത് ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചതാണ്, ഇത് സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചതാണ്. ഓക്കെയാണ്. അപ്പം ഇത് നമുക്ക് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പഠിക്കാം. ഇതിന്റെ ആൻസർ രാജാറാം മോഹൻ റോയ് ആണ്. നമുക്ക് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുമ്പോഴാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. മാത്രമല്ല ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നും ആരറിയപ്പെടുന്നു, രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു. ബ്രഹ്മസമാജം സ്ഥാപകനാണ്. ബ്രഹ്മസമാജം എവിടെയാണ്, കൊൽക്കത്തയിലാണ്. ഓക്കെ, ഇത് പത്രം നോക്കാം. സംബാദ് കൗമുദിയാണ്. അത് ബംഗാളി ഭാഷയിലാണ് കേട്ടോ. സംബാദ് കൗമുദി എന്നുള്ള ഒരു പത്രമുണ്ട്. അത് ഏത് ഭാഷയിലാണ്, ബംഗാളി ഭാഷയിലാണ്. തിരിച്ചും മറിച്ചും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സംബാദ് കൗമുദി, ബംഗാൾ. 2 സ്റ്റേജിലും രാജാറാം മോഹൻ റോയ് ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3-4 പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അടുത്ത മിറാദ് ഉൾ അക്ബർ ഉണ്ട്. അത് ഉറുദു ഭാഷയിലാണ്. ഓക്കെ, സംബാദ് കൗമുദി ഏത് ഭാഷയിലാണ്, ബംഗാളി ഭാഷയിലാണെങ്കിൽ മിറാദ് ഉൾ അക്ബർ എന്ന് പറയുന്നത് ഏത് ഭാഷയിലാണ്, ഉറുദു ഭാഷയിലാണ്. പിന്നെ കൃതികളുണ്ട്. വേദാന്ത ഗ്രന്ഥം,
തുഹ്ഫത്ത് ഉൽ മുവാഹുദ്ദീൻ ഉണ്ട്, ജീസസിന്റെ കൽപ്പനകൾ. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികള്. എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നുണ്ട്, ബ്രഹ്മസമാജം സ്ഥാപകനാണ്. ബ്രഹ്മസമാജം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓക്കെയാണ്. പിന്നെ എന്തുണ്ട്? പത്രം സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ്. മിറാദുൽ അക്ബർ എന്നുള്ളൊരു പത്രം എങ്ങനെയാണ്? ഉറുദു ഭാഷയിലാണ് കേട്ടോ. വേദാന്ത ഗ്രന്ഥം, തുഹ്ഫത്തുൽ മുഹാദ്ദീൻ, ജീസസിന്റെ കൽപ്പനകളൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെയാണ്. അടുത്ത വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായിട്ട് എന്താ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും വൈക്കം സത്യാഗ്രഹങ്ങളും ചോദിക്കുന്നുണ്ട്, കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കലാപങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക? നന്നായിട്ട് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് നമുക്ക് ചോദിച്ചിരുന്നത്. വൈക്കം സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും വർഷം ഒന്ന് നോക്കി വെച്ചേക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931 അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. പിന്നെന്താണ്? വൈക്കം സത്യാഗ്രഹം ഉണ്ട് 1924. പിന്നെന്താണ്? സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 കേട്ടോ. ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ ഈ ഡേറ്റ് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ചോദിക്കാം. അതുപോലെ നിവർത്തന പ്രക്ഷോഭം 1932 ഇത്രയാണ്, 1932. അപ്പൊ ഗുരുവായൂർ സത്യ ഈ 31, 32, 36 വരുന്നത് കൊണ്ട് ഈ മൂന്നും എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ AK ഗോപാലനാണ്. വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 36, നിവർത്തന പ്രക്ഷോഭം 1932. പിന്നെ കുറിച്യ കലാപം കുറച്ച് അധികം ചോദിക്കുന്നത്, അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. കുറിച്യ കലാപം വർഷം 1812 1812. അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച ഒരു ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേജിൽ കൂടുതലും സ്റ്റേറ്റ്മെന്റും ജോഡി കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്തുകയും അത് കണ്ടെത്താൻ നമുക്ക് ഓരോ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിരുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? നമുക്ക് എല്ലാ ഡാമും ഒന്ന് പഠിച്ചു വെക്കാം. സർദാർ സരോവർ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഏതൊക്കെ നദിയിലാണെന്ന്. ഹിരാക്കുഡ് ഏതാണ്? മഹാനദിയിലാണ്. നാഗാർജുന സാഗർ എവിടെയാണ്? കൃഷ്ണ. ശ്രീശൈലം കൃഷ്ണയാണ്. തെഹിരി ഡാം എവിടെയാണ്? ഭഗീരഥിയിലാണ്. ബക്രാനങ്കൽ സത്ലജ്. പോ ബിയാസ് ആണ്. അതുപോലെ അലമാട്ടി എവിടെയാണ്? കൃഷ്ണയാണ്. ഉക്കായും എവിടെയാണ്? കൃഷ്ണ. രഞ്ജിത് സാഗർ ഡാം എവിടെയാണ്? രവി. ഉറി ഡാം സ്ഥലമാണ്, ചലം നദിയിലാണ് ഉറി ഡാം വരുന്നത്. അടുത്ത ബഗ്ലിഹാർ ഡാം എവിടെയാണ്? ചിനാബിലാണ്. മേട്ടൂർ കാവേരിയാണ്. കൃഷ്ണരാജസാഗറും എവിടെ തന്നെയാണ്? കാവേരി തന്നെയാണ്. കക്രപ്പാറ താപ്തിയാണ്. സലാൽ, ചെനാബ്, ഓംകാരേശ്വർ, നർമ്മദ. സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്നത് മാത്രമേ എടുത്തുള്ളൂ. ഡാം നിങ്ങൾക്കറിയാം ഒത്തിരി ഡാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ചേരുംപടി ചേർക്കാനാണ് ചോദിക്കുന്നത്, കുറച്ച് എലിമിനേറ്റ് ചെയ്തെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് കുറച്ച് അത്യാവശ്യം സ്ഥിരമായി ചോദിക്കുന്നത് മാത്രം പറഞ്ഞു പോകുന്നത്. സർദാർ സരോവർ നർമ്മദയാണ്. ഹിരാക്കുഡ് മഹാനദി. നാഗാർജുന സാഗർ എവിടെയാണ്? കൃഷ്ണ. ശ്രീശൈലം കൃഷ്ണയാണ്. തെഹിരി ഭഗീരഥി. ബക്രാനങ്കൽ എവിടെയാണ്? സത്ലജ്. പോങ് ബിയാസ്. അലമാട്ടി കൃഷ്ണ. ഉക്കായി കൃഷ്ണയാണ്. അതുപോലെ രഞ്ജിത് സാഗർ ഡാം രവി. ഉറി ഡാം ചലം. ബഗ്ലിഹാർ ചെനാവാണ്. മേട്ടൂർ കാവേരി. കൃഷ്ണരാജ് സാഗർ എവിടെയാണ്? കാവേരി. കക്രപ്പാറ താപ്തി. സലാൽ ചെനാബ്. ഓംകാരേശ്വർ നർമ്മദയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കി അടുത്ത ദിവസങ്ങളിൽ ബാക്കി ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? കറണ്ട് അഫയേഴ്സിന്റെ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കൂടെ കണക്റ്റഡ് ഫാക്ട്സ്, ഇതിപ്പോ എല്ലാ ക്വസ്റ്റിനും എടുത്തിട്ടില്ല, കുറച്ച് ക്വസ്റ്റിനും എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് അതൊന്ന് അത് കൃത്യമായി പഠിക്കുക. പിന്നെ ആവർത്തിച്ച് ചോദിച്ച 2 സ്റ്റേജിലും ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യനും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും കൂടി പഠിക്കുക. അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇനി എന്താണ് കണക്റ്റഡ് ഫാക്ട്സ് അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സ് വീഡിയോ അതും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേജ് 3ഉം 4ഉം ഒക്കെ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.